ഹായ്, എൻ്റെ പേര് ആൽവിയ. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ പേരാമ്പ്രയിലാണ്. ഞാനിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെന്റ് മേരി കോളേജിൽ BA പൊളിറ്റിക്കൽ സയൻസ് ഓണേഴ്സ് ആണ് ചെയ്യുന്നത്. ഞാൻ CUET-നെ കുറിച്ച് അറിയുന്നത് പ്രെപ്വൈസിൻ്റെ വീഡിയോസിലൂടെ തന്നെയാണ്. എനിക്ക് 10ാം ക്ലാസ് മുതലുള്ള ഒരു ആഗ്രഹമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഗ്രാജുവേഷൻ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അന്നൊക്കെ മെറിറ്റ് ബേസ്ഡ് ആയിരുന്നു അഡ്മിഷൻ. പെട്ടെന്നാണ് ഞാൻ +1 വരുമ്പോൾ അത് CUET ആവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആദ്യത്തെ എക്സാം ആയതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവും വളരെ കുറവായിരുന്നു. അങ്ങനെ യൂട്യൂബ് വീഡിയോസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രെപ്വൈസ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പ്രെപ്വൈസിലെ ക്ലാസ്സസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതായതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് യൂട്യൂബ് വീഡിയോസ് വളരെ കുറവായിരുന്നു അന്നേരം. അപ്പോൾ പ്രെപ്വൈസ് അവിടെയാണ് ഒന്ന് വ്യത്യസ്തമായി നിന്നത്. അവർ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന കുട്ടികൾക്കും വളരെ നല്ല കോണ്ടൻസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പിന്നെ പ്രെപ്വൈസ് ഓരോ കുട്ടികൾക്കും മെൻറ്ററിനെ പ്രൊവൈഡ് ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയും മെൻറ്റർ നമ്മളെ വിളിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും ഇത്ര പോർഷൻ പഠിക്കണം എന്നുള്ളൊരു ഡ്രൈവ് നമ്മുടെ മനസ്സിൽ തന്നെ വരും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ഘട്ടത്തിൽ വരെ മെൻറ്റേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ പ്രെപ്വൈസിലെ മോക്ക് ടെസ്റ്റും നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് CUET-യിലെ ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും ആയിരുന്നു. അതിൻ്റെ റിസോഴ്സസ് നമുക്ക് ലഭിക്കുന്നത് വളരെ കുറവായിരുന്നു. ഞാൻ പ്രെപ്വൈസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് പ്രോഗ്രാമിനാണ് ചേർന്നിരുന്നത്. അപ്പോൾ അതിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അതുപോലെ തന്നെ ഡൊമൈൻസും ഒക്കെ അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് റെഫർ ചെയ്യാനും വളരെ ഹെൽപ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പ്രെപ്വൈസിലെ വാല്യൂ ആഡഡ് നോട്ട്സും വീഡിയോസും എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. CUET പ്രിപ്പറേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡൊമൈൻസിന് നമ്മൾ കൂടുതലും NCERT ബേസ്ഡ് ആയി പഠിക്കുന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ടെക്സ്റ്റ് ബുക്കിലെ കാർട്ടൂൺസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സാമിന് വരാറുമില്ല. നമ്മൾ അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈവൻ CUET-ക്ക് അത്ര പോലും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ NCERT നന്നായി ബേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കൂടുതലും 3 ഡൊമൈനും ഒരു ലാംഗ്വേജുമാണ് പറയുന്നത്. പക്ഷെ മറ്റുള്ള യൂണിവേഴ്സിറ്റീസിൽ ചിലപ്പോൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് വേണ്ടി വരും, ജനറൽ ടെസ്റ്റ് എഴുതേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നിങ്ങളാരും പഠിക്കാതെ പോകരുത്. ബിക്കോസ് അതായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും നന്നായി പ്രിപ്പയർ ചെയ്ത് പോവാം. എസ്പെഷ്യലി ജനറൽ ടെസ്റ്റ് നന്നായി പ്രിപ്പയർ ചെയ്ത് പോവാം. കാരണം ജനറൽ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ടൈമിനുള്ളിൽ പെട്ടെന്ന് തന്നെ എക്സാം തീർക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ജനറൽ ടെസ്റ്റ് വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് നന്നായി പ്രിപ്പയർ ചെയ്ത് പോകണം. നമുക്ക് പ്രെപ്വൈസിൽ അതിൻ്റെതായ കോണ്ടൻസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഈ റിസോഴ്സസ് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ CUET-യുടെ 3ാമത്തെ വർഷമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലും ധാരാളം റിസോഴ്സസ് ലഭ്യമാണ്. അതുകൊണ്ട് പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ എല്ലാവർക്കും CUET ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.